ഹായ്, ഹാപ്പി വിഷു. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന എന്നാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. TVSൻ്റെതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് സാധനം കൈ കിട്ടുന്നത്. ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മീനൊക്കെ കൊണ്ടുവരില്ലേ, അവരാണ് ഈ ഒരു വണ്ടി യൂസ് ചെയ്യുക. പക്ഷേ നല്ല രസമാണ് കേട്ടോ. അതുമല്ലൊന്ന് കയറി ഇരുന്നപ്പോൾ തന്നെ നല്ല രസമാണ്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓട്ടോയിലാണ് പോകുന്നത്. കാരണം തിരിച്ച് നമുക്ക് പുതിയ വണ്ടിയായിട്ട് വരാമല്ലോ. പിന്നെ ഇത് കാണുന്നവർ വിചാരിക്കും, ഒരു വണ്ടി വാങ്ങിയതൊക്കെ വലിയ കാര്യമാണോ, അതൊക്കെ എന്തിനാണ് വീഡിയോ ഇടുന്നത് എന്നുള്ളത്. എനിക്കിത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയോ, എനിക്ക് വേണ്ടി ഒരു വണ്ടി വാങ്ങുന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെറുതായപ്പോൾ ഭയങ്കര ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എനിക്കത് ആരോടെങ്കിലും പറയാനായിട്ടോ അമ്മേനോടൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ചെയ്തു തരാനും പറ്റില്ല. നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ അത് നടത്തിത്തരാനും പറ്റില്ല. എനിക്ക് ആദ്യമായിട്ട് വാങ്ങിയത് ഒരു ഫോണാണ്. ഓപ്പോൻ്റെ ഒരു ഫോണാണ്. ഞാൻ തന്നെ നമ്മുടെ പോക്കറ്റ് മണിയും പിന്നെ സ്കോളർഷിപ്പിൻ്റെ പൈസയൊക്കെ ഉണ്ടാവും, അതൊക്കെ സേവ് ചെയ്ത് വെച്ച് ഞാൻ എനിക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങി. അപ്പോൾ നമ്മൾ അമ്മേനൊന്നും ബുദ്ധിമുട്ടിപ്പിക്കില്ലല്ലോ. അമ്മേനോട് ചോദിക്കുമ്പോൾ അമ്മ പറയും, ഇനി എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ ആ ചെക്കൻ ഫോൺ തരുമ്പോൾ മതി, അല്ലാണ്ട് വാങ്ങണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അപ്പോഴാണ് +2 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഫോൺ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനു മുമ്പ് എനിക്ക് സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു സൈക്കിള്. പക്ഷേ സൈക്കിള് ഞാൻ വാങ്ങിയത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വിചാരിക്കും ഇത്രയും വളർന്നിട്ടൊക്കെ എന്തിനാണ് സൈക്കിളെന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അതിനിപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾക്കൊന്നും പ്രായമാകുന്നില്ലല്ലോ, നമ്മളല്ലേ വലുതാകുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അന്നുള്ളൊരു സൈക്കിള് വേണം എന്നുള്ള ആഗ്രഹം ഇത്ര വലുതായിട്ടും പോയിട്ടില്ല. അപ്പം ഞാനൊരു സൈക്കിള് വാങ്ങിയപ്പോൾ അത് കിട്ടി, സൈക്കിള് കിട്ടി, ഫോണ് കിട്ടി. പിന്നെ ഒരു വണ്ടി വേണമെന്നുണ്ട്. ഇനിയിപ്പം അമ്പാടിയേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു വണ്ടി ഇല്ലാതെ ശരിയാവില്ല. വണ്ടിയുള്ളത് നല്ലതാണെന്ന് തോന്നി. അതുമാത്രമല്ല എനിക്ക് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടി ഒരു വണ്ടി വാങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനായിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമെന്നോ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാങ്ങുന്നു, ഫോണ് വാങ്ങും, സൈക്കിൾ വാങ്ങും, വണ്ടി എടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം നടന്നത് ഇന്നാണ്. നമ്മൾ നോക്കി ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ എന്താ രസം എന്നറിയോ. ഇനി അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതായാലോ എന്ന് വിചാരിക്കുക. എപ്പോഴെങ്കിലും ഈറ്റാലോ ഒന്ന് വാങ്ങിയാലോ എന്ന്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അവസാനം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതങ്ങ് വാങ്ങിയാലോ എന്നുള്ളത്. നിങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? ഞാൻ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതേ ആഗ്രഹിക്കാറെന്ന് പറയില്ലേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാനെല്ലാം ആഗ്രഹിക്കും. എനിക്ക് ഓരോന്ന് കാണുമ്പോൾ അയ്യോ അത് കിട്ടിയിരുന്നെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നടക്കില്ലയോ എന്നൊന്നും നമ്മൾ നോക്കരുത്. നമ്മളങ്ങ് ആഗ്രഹിക്കണം. നടക്കുന്ന കാലത്ത് നടക്കട്ടെ. ഏതെങ്കിലും ഒരു കാലം ഇപ്പം എന്നെ തന്നെ ഉണ്ടല്ലേ, ഞാനിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു സൈക്കിൾ തന്നെ വാങ്ങിയിട്ടുള്ളത്. അത് എത്ര ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ച സാധനമാണെന്നറിയോ. അത്രയും കുഞ്ഞായപ്പോൾ ആഗ്രഹിച്ച സംഭവം ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് വാങ്ങുന്നത്. അത് എനിക്ക് വേണ്ടത് എനിക്ക് തന്നെ വാങ്ങാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടി വേറെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സ്പെഷ്യലായിരിക്കും. പിന്നെ അമ്മേനോട് മിഠായി വേണം, ഡ്രസ്സ് വേണം, അതൊക്കെ വേണമെന്ന് പറയല്ലാതെ വലിയ വലിയ സാധനങ്ങളൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഞാനൊക്കെ ചെറുതായപ്പോൾ അച്ഛനും പോയി. പിന്നെ ഞാനും ഏട്ടനും അമ്മയും വേറെ കുറേ ആളുണ്ടെങ്കിലും നമ്മൾ 3 പേര് എന്നുള്ള ആ ഒരു ലോകം തന്നെയായിരുന്നു ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും തോന്നാത്തൊരു കാര്യമായിരുന്നു. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. കാരണം അമ്മയാണെങ്കിൽ കൂടി ഞാൻ എങ്ങനെയാണ് അത് വാങ്ങിത്തരാൻ പറയുക, അത് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കറങ്ങി വരാം.